ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ റമളാൻ ഡേ നമ്പർ 6 ആണ്. അപ്പോൾ ഒരു കുട്ടി പ്രിപ്പറേഷൻ വീഡിയോ ആവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പഴമൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഏത്തപ്പഴം. ഇനി നമ്മളിത് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് സെറ്റാക്കിയിട്ടുണ്ട്. പഴംപൊരി മാവിൽ മുക്കിയതിന് ശേഷം ചൂടായി വരുന്ന ഓയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് പഴംപൊരി സെറ്റാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ നാലാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതും ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ട്രിപ്പാണ്, അത് രണ്ടെണ്ണം കൂടി ഉള്ളൂ. അതും ഒന്ന് ഫ്രൈ ചെയ്ത് സെറ്റാക്കി നമ്മുടെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ഓറഞ്ചൊക്കെ ഇതുപോലെ ഒന്ന് അടർത്തി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് പൊട്ടുവെള്ളരി കലക്കി ഇത് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ആ മഞ്ഞ ഭാഗമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ആ കുരുള്ള ഭാഗം. ഇത് ഒന്നല്ല രണ്ടെണ്ണം സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ ഗൈസ്. ഇനി ബാങ്ക് കൊടുക്കാനായിട്ട് വെറും 25 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഞാൻ വേഗം തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തണുക്കാനായിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പഞ്ഞുള്ള ഭാഗമൊക്കെ വേഗം തന്നെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നിറച്ചായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 2 പാത്രത്തിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, കുരുക്കളൊക്കെ അതിൻ്റെ വെള്ളം നമ്മൾ ഇതുപോലെ അരിച്ചിട്ട് 2 പാത്രത്തിലും സെയിം അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ ഒന്നുമല്ല, നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പൊട്ടുവെള്ളരി കലക്കിയത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമല്ല, നമുക്കിത് നേരെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് കുമ്മട്ടി കട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞിതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ഇതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മുടെ കടികളൊക്കെ ഒന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പഴംപൊരി ഓൾറെഡി അവിടെ സെറ്റാണ്. ഇനി നമ്മുടെ ഈന്തപ്പഴം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നോമ്പുറക്കാനുള്ളതെന്ന് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ കുമ്മട്ടിങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്, പപ്സ് ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, ഇന്നലത്തെ മുന്തിരി കുറച്ചുണ്ടായി, അതും ഞാൻ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുടിക്കാനായിട്ട് നമ്മുടെ പൊട്ടുവെള്ളരി കലക്കിയതുണ്ട്, ഫ്രീസറിൽ വെച്ച് നല്ല രീതിക്ക് തണുപ്പായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതേപോലെ തന്നെ നമ്മുടെ സർബത്ത് വെച്ച് നാരങ്ങ വെള്ളം കൂടിയുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നോമ്പ് തുറക്കാനുള്ളത്. അങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ട്. നോമ്പൊക്കെ തുറന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ജിബിനാസ് കഫേയിലേക്കായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചൂട് ഷവായും ഷാജാ ഷേക്കും അതുപോലെ തന്നെ ബ്രോസ്റ്റഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.